ഹായ് ഓൾ, ലോജിക്കൽ റീസണിംഗ് ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിലോജിസം എന്നുള്ളൊരു ടോപ്പിക്കിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 1 minute ടൈം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കൺക്ലൂഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. സം ഷിപ്സ് ആർ ബോട്ട്സ്. നമുക്ക് എങ്ങനെ വരക്കാൻ വേണ്ടി പറ്റും? സം ഷിപ്സ് ആർ ബോട്ട്സ്. ഷിപ്സ് അതുപോലെ തന്നെ ബോട്ട്സ്. സെക്കൻഡ് നോക്കാം. ഓൾ ബോട്ട്സ് ആർ സബ്മറൈൻസ്. അപ്പോൾ ജസ്റ്റ് ഈ രീതിയിൽ നമുക്ക് എങ്ങനെ വരക്കാൻ വേണ്ടി പറ്റും? സബ്മറൈൻസ്. ഓക്കെ, അടുത്തത് പറയുന്നത് സം സബ്മറൈൻസ് ആർ യാച്ചസ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സബ്മറൈൻസും അതുപോലെ തന്നെ യാച്ചസും വേറെ വേറെ തന്നെ ആക്കി വരക്കാണ്. കാരണം സബ്മറൈൻസിൻ്റെ ആയിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് കുറച്ച് ബോട്ട്സും വരുന്നുണ്ട്, ഷിപ്സും വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് യാച്ചസിന് കണക്ഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് അതൊരു പോസിബിലിറ്റി മാത്രമാണ്, കൺഫേം ആയിട്ട് നമുക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അത് വേറെ തന്നെ ആക്കിയിട്ട് വരക്കാണ്. സബ്മറൈൻസ് അതുപോലെ തന്നെ യാച്ചസ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കൺക്ലൂഷൻ നോക്കാം. സം യാച്ചസ് ആർ ബോട്ട്സ്. യാച്ചസും അതുപോലെ തന്നെ ബോട്ട്സും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കൺക്ലൂഷൻ തെറ്റാണ്. സെക്കൻഡ് നോക്കാം. സം സബ്മറൈൻസ് ആർ ബോട്ട്സ്. അപ്പോൾ ഇത് വോൾ അല്ലെങ്കിൽ ഈ ഒരു വോൾ സർക്കിൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? സബ്മറൈൻസിനാണ്. അതിൽ കുറച്ച് സബ്മറൈൻസ് തീർച്ചയായിട്ടും എന്ത് തന്നെയാണ്? ബോട്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്തത് നോക്കാം. സം സബ്മറൈൻസ് ആർ ഷിപ്സ്. ഇപ്പോൾ ഈ ഒരു ഏരിയ നോക്കാം. ഈ ഒരു ഏരിയ സബ്മറൈൻസിനും അതുപോലെ തന്നെ ഷിപ്സിനും കോമൺ ആയിട്ടുള്ളതാണ്. അതായത് സം സബ്മറൈൻസ് ആർ ഷിപ്സ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൺക്ലൂഷനും ശരിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാലാമത്തെ കൺക്ലൂഷൻ നോക്കാം. സം യാച്ചസ് ആർ ഷിപ്സ്. യാച്ചും അതുപോലെ തന്നെ ഷിപ്പും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും നമുക്കറിയില്ല. സ്റ്റേറ്റ്മെന്റിൽ ഡയറക്റ്റ് ആയിട്ടൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കൺക്ലൂഷനും തെറ്റാണ്. അപ്പോൾ 2ഉം അതുപോലെ തന്നെ 3ഉം മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആയിരിക്കും. ഓൺലി 2 and 3 ഫോളോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. 1 minute ടൈം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ്മെന്റ് സം ഗൂഗിൾ ഈസ് ട്വിറ്റർ. സം ഗൂഗിൾ ഈസ് ട്വിറ്റർ. ഗൂഗിൾ ഈസ് ട്വിറ്റർ. ഓക്കെ, നോ ട്വിറ്റർ ഈസ് ഫേസ്ബുക്ക്. ഫേസ്ബുക്ക്. ഓക്കെ, ഓൾ ഫേസ്ബുക്ക് ആർ വാട്സപ്പ്. ഓൾ ഫേസ്ബുക്ക് ആർ വാട്സപ്പ്. നോക്കാം. സം വാട്സപ്പ് ആർ ഗൂഗിൾ ഈസ് എ പോസിബിലിറ്റി. അപ്പോൾ അവർ കൺഫേം ആയിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു പോസിബിലിറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ചിലപ്പം പോസിബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ അല്ലാതിരിക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു പോസിബിലിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു കൺക്ലൂഷൻ ട്രൂ ആണ്. ഇനി സം വാട്സപ്പ് ആർ ഗൂഗിൾ എന്ന് മാത്രമാണ് കൺക്ലൂഷൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് കൺഫേം ചെയ്യാൻ പറ്റൂലായിരുന്നു. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പോസിബിലിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്, നമുക്ക് ശരിയാണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ,
അടുത്തത് പറയുന്നത് സം ട്വിറ്റർ ക്യാൻ നെവർ ബി ഫേസ്ബുക്ക്. അത് തന്നെ ഇവിടെ പറയുന്നുണ്ട് നോട്ട് ട്വിറ്റർ ഈസ് ഫേസ്ബുക്ക്. അതിൽ തന്നെ ഈ ഒരു കാര്യം ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൺക്ലൂഷനും ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൻസർ ചെയ്താൽ വരിക ബോത്ത് കൺക്ലൂഷൻ 1 and 2 ഫോളോ എന്നുള്ളതാണ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. 1 minute ടൈം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് നോക്കുക. നോ ട്രീ ഈസ് എ ഫ്ലവർ. ട്രീ അതുപോലെ തന്നെ ഫ്ലവർ. സം ട്രീസ് ആർ ഫ്രൂട്ട്സ്. സം ട്രീസ് ആർ ഫ്രൂട്ട്സ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കൺക്ലൂഷൻ നോക്കാം. ഫ്രൂട്ട്സ് ദാറ്റ് ആർ ട്രീസ് ആർ നോട്ട് ഫ്ലവേഴ്സ്. ഓക്കെ, ഫ്രൂട്ട്സ് ദാറ്റ് ആർ ട്രീസ് ഈ ഒരു ഏരിയയിൽ വരുന്നത് ഫ്ലവേഴ്സ് അല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നോ ട്രീ ഈസ് എ ഫ്ലവർ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൺക്ലൂഷൻ കറക്റ്റ് ആണ്. അടുത്ത് നോക്കാം. നോ ഫ്രൂട്ട് ഈസ് എ ഫ്ലവർ. ഫ്രൂട്ടും അതുപോലെ തന്നെ ഫ്ലവറും തമ്മിലുള്ള യാതൊരുവിധ റിലേഷനും തന്നിട്ടില്ല. ചിലപ്പം ആവാം, ആവാതിരിക്കാം. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും വേണ്ടി കഴിയില്ല എന്താണ് നോ ഫ്രൂട്ട് ഈസ് എ ഫ്ലവർ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടൊന്നും കഴിയില്ല. മേ ബി സം ഫ്രൂട്ട് ഈസ് എ ഫ്ലവർ എന്നുള്ള കാര്യവും വരാം. അപ്പോൾ ഇവിടെ നമുക്ക് കൺഫേം ആയിട്ടൊന്നും തന്നെ പറയാൻ കഴിയില്ല, ഒരു പോസിബിലിറ്റി മാത്രമാണ്. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അവർ ഉറപ്പിച്ച് പറഞ്ഞതാണ് നോ ഫ്രൂട്ട് ഈസ് എ ഫ്ലവർ എന്നുള്ളത്. അത് ശരിയായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, രണ്ട് കേസും വരാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളത് കറക്റ്റ് അല്ല എന്ന് പറയുന്നതിന് കാരണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൻസർ വരുന്നത് ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് കൺക്ലൂഷൻ 1 മാത്രമേ ട്രൂ ആയി കിട്ടിയിട്ടുള്ളൂ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ, അല്ലെങ്കിൽ അത് ബേസ് ചെയ്ത് നമ്മൾ വരച്ച വെൻ ഡയഗ്രാമിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 1 minute ടൈം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഞാൻ വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ടൊന്നുമല്ല, അതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റേറ്റ്മെന്റ്സ്. ലേഡീസ് ഫിംഗർ ഈസ് ടേസ്റ്റിയർ ദാൻ ക്യാബേജ്. ലേഡീസ് ഫിംഗർ ഈസ് ടേസ്റ്റിയർ ദാൻ ക്യാബേജ്. ഓക്കെ, കോളിഫ്ലവർ ഈസ് ടേസ്റ്റിയർ ദാൻ ലേഡീസ് ഫിംഗർ. കോളിഫ്ലവർ ഈസ് ടേസ്റ്റിയർ ദാൻ ലേഡീസ് ഫിംഗർ. ക്യാബേജ് ഈസ് നോട്ട് ടേസ്റ്റിയർ ദാൻ പീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ക്യാബേജിനേക്കാളും ടേസ്റ്റ് കൂടിയിട്ടുള്ളത് തീർച്ചയായിട്ടും പീസ് തന്നെയായിരിക്കും. അപ്പോൾ പി ഈസ് ഗ്രേറ്റർ ദാൻ സി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്യാണ്. എനിക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റും. കോളിഫ്ലവർ ഈസ് ഗ്രേറ്റർ ദാൻ ലേഡീസ് ഫിംഗർ ഈസ് ഗ്രേറ്റർ ദാൻ ക്യാബേജ്. അതുപോലെ തന്നെ ഇതിൽ കമ്പൈൻ ചെയ്യാൻ പറ്റൂല നമുക്ക് ഈ ഒരു റിലേഷൻ. കാരണം അവിടെ ലേഡീസ് ഫിംഗറിനെ ബേസ് ചെയ്തിട്ട് പീസ് ആണോ അല്ലെങ്കിൽ ലേഡീസ് ഫിംഗർ ആണോ കൂടുതൽ ടേസ്റ്റിയർ എന്നൊന്നും നമുക്ക് ഡാറ്റ കൊടുത്തിട്ടില്ല. ഈ ഒരു ഇനീക്വാളിറ്റി വെച്ചിട്ട് നമുക്ക് പറയാനും കഴിയില്ല. അപ്പോൾ രണ്ട് ഇനീക്വാളിറ്റി ആയിട്ട് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇത് രണ്ടെണ്ണം ആയിട്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. ഓക്കെ, ഇനി അതിനെ ബേസ് ചെയ്തിട്ട് കൺക്ലൂഷനിലേക്ക് വരാം. ഫസ്റ്റ് നോക്കാം. പീസ് ആർ ആസ് ടേസ്റ്റി ആസ് ലേഡീസ് ഫിംഗർ. ഓക്കെ, നമുക്ക് അതിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന എന്തെങ്കിലും ഡാറ്റ ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അവരുടെ അളവ് അല്ലെങ്കിൽ ടേസ്റ്റ്നെസ്സിൻ്റെ ഒരു അളവൊന്നും നമുക്ക് അറിയുന്നില്ല. അപ്പോൾ ആരാണ് കൂടുതൽ ടേസ്റ്റ് എന്നോ അല്ലെങ്കിൽ രണ്ടാളും സെയിം ആണോ എന്നൊന്നും നമുക്ക് അറിയുന്നില്ല. തീർച്ചയായിട്ടും ആ ഒരു കൺക്ലൂഷൻ തെറ്റാണ്. അടുത്ത് നോക്കാം. പീസ് ആർ ആസ് ടേസ്റ്റി ആസ് കോളിഫ്ലവർ ആൻഡ് ലേഡീസ് ഫിംഗർ. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞത് കേസ് തന്നെ നമുക്ക് അവരുടെ ടേസ്റ്റ്നെസ്സിൻ്റെ അളവും കാര്യങ്ങളോ അല്ലെങ്കിൽ ആരാണ് കൂടുതൽ എന്നൊന്നും അറിയുന്നില്ല. അതായത് കോളിഫ്ലവറിനെയും അതുപോലെ തന്നെ ലേഡീസ് ഫിംഗറിനെയും അതുപോലെ തന്നെ പീനെയും ഈ മൂന്നെണ്ണം ബേസ് ചെയ്തിട്ടാണ്. കാരണം ഇവിടെ
ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ജസ്റ്റ് പി ഗ്രേറ്റർ ദാൻ സി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും എന്താണ് ക്യാബേജിനേക്കാളും മുകളിലാണ്, പക്ഷെ നമുക്കറിയില്ല എന്താണെന്നുള്ളത്, ഇതിൽ ആരാണ് ക്യാമൻ അല്ലെങ്കിൽ ഏതാണ് ടേസ്റ്റ് കൂടുതൽ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവ കമ്പയർ ചെയ്യുന്ന ഒരു ഫാക്ടർ നമുക്ക് തീർച്ചയായിട്ടും അവിടെ ഇല്ലതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺക്ലൂഷൻ തീർച്ചയായിട്ടും എന്താണ്, തെറ്റാണ് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നില്ല. നെക്സ്റ്റ് നോക്കാം, പി ഈസ് നോട്ട് ടേസ്റ്റിയർ ദാൻ ലേഡീസ് ഫിംഗർ. അവിടെയും പിയും അതുപോലെ തന്നെ ലേഡീസ് ഫിംഗറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് വരുന്നത്. നമുക്കത് ബന്ധിപ്പിക്കുന്ന ലിങ്ക് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ക്യാബേജ് മാത്രമാണ്. അത് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയൂല. നാലാമത്തെ നോക്കാം, കോളിഫ്ലവർ ഈസ് ടേസ്റ്റിയർ ദാൻ ക്യാബേജ്. അപ്പോൾ നോക്കാം, കോളിഫ്ലവർ എന്ന് പറയുന്നത് ലേഡീസ് ഫിംഗറിനേക്കാളും ടേസ്റ്റിയർ ആണ്, ലേഡീസ് ഫിംഗർ എന്ന് പറയുന്നത് ക്യാബേജിനേക്കാളും ടേസ്റ്റിയർ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും കോളിഫ്ലവർ എന്ന് പറയുന്നത് ക്യാബേജിനേക്കാളും ടേസ്റ്റിയർ ആണെന്ന് ഈ ഒരു ഡാറ്റയിൽ നിന്ന് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 4 അല്ലെങ്കിൽ ഓപ്ഷൻ ഡി എന്നൊക്കെ പറയാൻ കഴിയുന്ന കോളിഫ്ലവർ ഈസ് ടേസ്റ്റിയർ ദാൻ ക്യാബേജ് എന്നുള്ളതായിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ബേസിക് ക്വസ്റ്റ്യൻ ആണ്. 1 മിനിറ്റ് ആയി. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ്മെന്റ് സം എ ആർ ബി. ഓക്കെ, സം എ ആർ ബി, സം എ ആർ ബി. അടുത്തത് സം സി ആർ എ, സം സി ആർ എ. രണ്ടും കൂടി എന്ത് ചെയ്യുന്നില്ല, കമ്പൈൻ ചെയ്യുന്നില്ല. കാരണം ബിയും അതുപോലെ തന്നെ സിയും തമ്മിലുള്ള റിലേഷൻ എനിക്ക് അറിയില്ല. ഓക്കെ, മേ ബി അവർ തമ്മിലൊരു കോമൺ ഏരിയ ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം. രണ്ട് പോസിബിലിറ്റീസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കൺക്ലൂഷൻ നോക്കുക. അത് തന്നെയാണ് ഫസ്റ്റ് കൺക്ലൂഷൻ പറയുന്നത്. സം സി ആർ ബി നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റില്ല. അവർ തമ്മിലുള്ള ഡയറക്റ്റ് റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നിട്ടില്ല. അപ്പോൾ മേ ബി അങ്ങനെ റിലേഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. അപ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നില്ല. അടുത്തത് സം ബി ആർ എ എന്നുള്ളതാണ്. ഈ ഒരു ഏരിയ നോക്കുമ്പോൾ സം ബി ആർ എ എന്നുള്ളത് കൺഫേം ആണ്, അല്ലെങ്കിൽ അവർ തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അവർ പറഞ്ഞ അല്ലെങ്കിൽ കൺക്ലൂഷനിൽ പറഞ്ഞ കാര്യം തീർച്ചയാണ് നമുക്ക് ആ ഒരു വെൻ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് തന്നെയായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ 2 ആയിരിക്കും. ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. അങ്ങനെയാണെങ്കിൽ 6th ക്വസ്റ്റ്യൻ നോക്കുക. 1 മിനിറ്റ് ആയി. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. സ്റ്റേറ്റ്മെന്റ് നോ വുമൺ ക്യാൻ വോട്ട്. ഓക്കെ, വുമൺ വോട്ട്. ഓക്കെ, സം വുമൺസ് ആർ പൊളിറ്റീഷ്യൻസ്. സം വുമൺസ് ആർ പൊളിറ്റീഷ്യൻസ്. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് കൺക്ലൂഷൻ പറയുന്നത് മെയിൽ പൊളിറ്റീഷ്യൻസ് ക്യാൻ വോട്ട് എന്നുള്ളതാണ്. ഇവിടെ മെയിൽ പൊളിറ്റീഷ്യൻസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. തീർച്ചയായിട്ടും ആ ഒരു കൺക്ലൂഷൻ തെറ്റാണ്. രണ്ടാമത്തെ കൺക്ലൂഷൻ സം പൊളിറ്റീഷ്യൻസ് ക്യാൻ വോട്ട്. പൊളിറ്റീഷ്യൻസും അതുപോലെ തന്നെ വോട്ടും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമുക്കറിയില്ല. ചിലപ്പം കഴിയും, ചിലപ്പം കഴിയൂല. ഓക്കെ, ഏത് രീതിയിലാണെന്നുള്ള ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊടുത്തിട്ടില്ല. ആ ഒരു കൺക്ലൂഷനും തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ വരിക ഓപ്ഷൻ 2 ആയിരിക്കും. ഇഫ് നൈദർ കൺക്ലൂഷൻ 1 നോർ കൺക്ലൂഷൻ 2 ഫോളോസ്. ക്ലിയർ ആണല്ലോ.
അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് സിലോജിസം എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്യാവശ്യം വെൻ ഡയഗ്രാം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് അതിന് വെൻ ഡയഗ്രാം നിങ്ങൾക്ക് വരക്കാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ഹാഫ് സോൾവ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി കൺക്ലൂഷൻ നോക്കിയാൽ തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പോസിബിലിറ്റിയുടെ കേസും കൂടി നിങ്ങൾ വളരെയധികം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട അല്ലെങ്കിൽ നോക്കി കാണേണ്ട ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്